ഹലോ ഗൈസ്, വെൽക്കം ടു സ്കീമിയോ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്കറിയാം കുറച്ചധികം ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് പനിയും ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും എപ്പിസോഡ് 3 ഈസിയർ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഷവോമി പാഡ് 6 ആൻഡ് 6 പ്രോ ഏപ്രിൽ 18 ലോഞ്ച് ചെയ്യും. പാഡ് 6 മാത്രമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരാനെന്നാണ് കേൾക്കുന്നത്. പാഡ് 6 പ്രോ ചൈനയിൽ മാത്രമായിരിക്കും എന്നാണ് റൂമേഴ്സ്. എന്നിരുന്നാലും രണ്ടിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പെക്കാണ് വരുന്നത്. പാഡ് 6 പ്രോന് 8600 mAh ബാറ്ററി വിത്ത് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 870 ചിപ്സെറ്റും AMOLED ഡിസ്പ്ലേയും 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും ഒക്കെ പാഡ് 6 പ്രോയിൽ വരുന്നുണ്ട്. പാഡ് 6ൻ്റെ കാര്യത്തിൽ വരികയാണെന്ന് വെച്ചെങ്കിൽ 8840 mAh ബാറ്ററി വിത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റാണ് അതിൽ വരുന്നത്. ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ഉള്ളൂ. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ എന്തായാലും പ്രൈസിങ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊന്നും പുറത്തു വിട്ടിട്ടില്ല. DJI എന്ന് പറയുന്ന കമ്പനി അവർ മെയിനായിട്ട് ഡ്രോൺസ് അതുപോലെ ഗിംബൽസ് അതൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പുതിയ ഡ്രോണായിട്ടുള്ള ഇൻസ്പയർ 3 എന്ന് പറയുന്നൊരു മോഡൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫുൾ ഫ്രെയിം സെൻസറാണ് വരാൻ പോകുന്നത്. ഈ X9 8K എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്രെയിം സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രീം ലോ ലൈറ്റ് സിറ്റുവേഷൻസിലൊക്കെ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു ക്യാമറ ആൻഡ് സെൻസറാണ് അതിന് വരുന്നത്. അത്രയും ISO ക്യാപ്പബിലിറ്റീസും അതിനകത്തുണ്ട്. ക്യാമറ DNG എന്ന് പറയുന്ന മോഡൽ 8K 25 FPS ഫുട്ടേജസ്, റോ ഫുട്ടേജസ് എടുക്കാൻ സാധിക്കും. അതുപോലെ ആപ്പിളിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്ന റോ ഫോർമാറ്റ് ആണെങ്കിൽ 8K at 75 FPS വരെ നമുക്ക് വീഡിയോ എടുക്കാൻ ഇതിൽ പറ്റും. ഷവോമി 13 അൾട്ര ഏപ്രിൽ 18 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലൈക്കയുടെ സെൻസേഴ്സും ലൈക്കയുടെ ലെൻസസും സോണിയുടെ സെൻസേഴ്സുമാണ് വരാൻ പോകുന്നത്. 1 ഇഞ്ചിൻ്റെ സോണിയുടെ IMX 989 എന്ന് പറയുന്ന സെൻസറാണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറയ്ക്ക് വരാൻ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ IMX 858 സെൻസേഴ്സാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റൊക്കെയാണ് വരുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു VR ഹെഡ്സെറ്റ് ഉണ്ട്, ഹോളോ ലെൻസ് 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനിപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ്, അവരുടെ വിൻഡോസ് 11 അപ്ഡേറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആരെങ്കിലും യൂസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഡെവലപ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി VR ഹെഡ്സെറ്റാണ്. അതുപോലെ 3D പ്രിൻറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു 3D അനോട്ടേഷൻ റിയൽ ടൈമിൽ കാണാനൊക്കെ ഈ ഒരു VR ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് പറ്റും. ഷവോമിയുടെ ബാൻഡ് 8 എന്ന് പറയുന്ന മോഡൽ വാച്ച് മാത്രമായിരിക്കില്ല, അത് പെൻഡൻ്റായിട്ടും അതൊരു ഫാഷൻ ആക്സസറി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് മൊയിലാളി പറയുന്നത്. അതുപോലെ തന്നെ ഷൂസിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് ഷൂസിൽ ഫിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്തായാലും പറ്റും എന്നാണ് പറയുന്നത്. വിവോയുടെ X90 സീരീസ് വളരെ അടുത്ത് തന്നെ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. 3 ഫോൺസാണ് X90, X90 Pro, X90 Pro Plus മോഡൽസാണ് വരാൻ പോകുന്നത്. പ്രൈമറി ക്യാമറ 1 ഇഞ്ചിൻ്റെ സെൻസറാണ് വരാൻ പോകുന്നത്. 50 മെഗാ പിക്സൽ ആയിരിക്കും. അതുപോലെ 64 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ആൻഡ് 48 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറാസൊക്കെയാണ് ഇതിന് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റാണ്. 4700 mAh ബാറ്ററി വിത്ത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആൻഡ് 4870 mAh ബാറ്ററി വിത്ത് 120 വാട്ട്സിൻ്റെ ചാർജിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോ ആൻഡ് പ്രോ പ്ലസ് മോഡൽസിലായിരിക്കും കൂടിയ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഏപ്രിൽ 17 സാംസങ് ഗാലക്സി M14 എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. 14,000 രൂപയുടെ അണ്ടറിൽ വരാൻ പോകുന്നൊരു ഫോണാണത്. Exynos 133 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 6GB 128GB ഒരു വേരിയൻ്റൊക്കെ ആവും വരാൻ പോകുന്നത്. പിന്നെ 6000 mAh ബാറ്ററി ഒക്കെ ഉണ്ട്. ബോക്സിനകത്ത് Android 13 ആണ് വരുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച ലോകത്തിലെ ആൻഡ്രോയിഡ് ഫോണുകളിൽ 12% Android 13 മാറിക്കഴിഞ്ഞു. ഈ ഇൻഫർമേഷൻ കൊണ്ട് എന്താണ് ഉപകാരം എന്ന് എനിക്കറിയില്ലെങ്കിലും ഒരു ഇൻഫർമേഷൻ.
കിടക്കട്ടെ. എൻവിഡിയയുടെ പുതിയ RTX 4070 എന്ന് പറയുന്ന മോഡൽ വന്നിട്ടുണ്ട്. അത് സെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. April 13 ഇരുന്നതിൻ്റെ സെയിലുണ്ടായിരുന്നത്, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ RTX 3080ൻ്റെ അതേ പെർഫോമൻസ് അതിൻ്റെ പകുതി പവറിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പോൾ ഒരു പ്ലസ് പോയിന്റ് പറയുന്നത്. എൻവിഡിയ എൻ്റെ GSM Arenaയുടെ ഒക്കെ സൈറ്റിൽ അങ്ങനെയാണ് പറയുന്നത്. സെറ്റിയുടെ Axon 15 Ultra എന്ന് പറയുന്നൊരു മൊബൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് 2-way സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിന് പോസിബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ 140 Hz AMOLED ഡിസ്പ്ലേക്കാണ് വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിവോയും നോക്കിയയും ജർമ്മനിയിൽ നല്ല കട്ടടിയിട്ടിരിക്കുന്നുണ്ട്. നോക്കിയയുടെ ഒരു 4G പാറ്റൻറ്റ് വിവോ യൂസ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നത്തിൻ്റെ എന്താ പറയുക മൂലകാരണം. ഇത് സിമിലർ പ്രശ്നം ഓപ്പോയ്ക്കും OnePlusനും അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിവോ മിക്കവാറും ജർമ്മനിയിൽ ബാൻ ആവാൻ നല്ല സാധ്യത ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ആപ്പിളിൻ്റെ 15 സീരീസ് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ ആ ടൈം തൊട്ട് തന്നെ നമ്മൾ കേൾക്കുന്നതാണ് സോളിഡ് സ്റ്റേറ്റ് ബട്ടൺസിനെ കുറിച്ച്. എന്നാൽ ഇത് വരാൻ സാധ്യത ഇല്ല എന്ന് ഇപ്പോൾ റൂമേഴ്സ് ഉണ്ട്. മിങ് ചി കുവോ എന്ന് പറയുന്നൊരു റിപ്പോർട്ടറാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വരാതിരിക്കാം, രണ്ടിനും സാധ്യതയുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസാണ് പറയുന്നത്. ആപ്പിള് പിന്നെ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയാലാണല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കുക. അപ്പോൾ എന്തായാലും കണ്ടറിയാം. ഇനി എന്തായാലും റെഗുലർ പോസ്റ്റിംഗ് ഉണ്ടാവും, യാതൊരു വിട്ടുവീഴ്ചയില്ല. അടുത്ത ആഴ്ച എന്തായാലും പോസ്റ്റ് വരും. അപ്പോൾ ഓക്കെ, ബൈ.